ബീഹാറിലെ ഉയർന്ന പോളിംഗ് ശതമാനം ആരെ തുണയ്ക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. എൻഡിഎയും ഇന്ത്യ സഖ്യവും തമ്മിൽ കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ സീമാഞ്ചൽ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ പേർ പോളിംഗിനെത്തിയത്. 3,70,00,000 വോട്ടർമാർ 1,302 സ്ഥാനാർത്ഥികളുടെ വിധിയാണ് ഇന്ന് നിശ്ചയിക്കുന്നത്. തുടക്കത്തിൽ പല ബൂത്തുകളിലും മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പിന്നീട് കുതിച്ചുയരുന്ന കാഴ്ചയാണ്. एजुकेशन से ही बिहार आगे बढ़ेगा, ताकि अगर एजुकेशन हो, यहाँ स्कूल हो, अच्छी कॉलेज हो, यूनिवर्सिटी हो, तो बिहार के लोगों को बाहर नहीं जाना पड़ेगा, या फिर कमाने के लिए हो या फिर पढ़ने के लिए हो. अभी बिहार के बच्चे बाहर जाते हैं, वहाँ पे वैल्यू नहीं होता है. കഴിഞ്ഞ നിയമസഭയിലും ലോക്സഭയിലും വോട്ട് ചെയ്ത പലരും SIRന് ശേഷം പട്ടികയ്ക്ക് പുറത്താണ്. पहले वोट गिराए थे, पहले 2 बार गिराए, इस बार है ना नाम छट गया, इस बार नहीं गिरा सके. കിഷൻഗഞ്ച്, പൂർണിയ, അരാരിയ, കട്ടിഹാർ എന്നീ ജില്ലകൾ ഉൾപ്പെടുന്ന സീമാഞ്ചൽ മേഖലയിലെ ജനവിധി ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ 3000-ൽ താഴെ വോട്ടിനാണ് ഈ മേഖലയിൽ വിജയിച്ചത്. 3 സീറ്റുകൾ 1000-ൽ താഴെ വോട്ടിനും. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ് ഇന്നത്തെ വോട്ടെടുപ്പ്. കിഷൻഗഞ്ചിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധരസുമോദ്, മീഡിയ 1, ബീഹാർ.